രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രാമചന്ദ്രായ വേധസേ നമഃ. ഹരി ഓം നമോ നാരായണായ. ഓം ശ്രീരാമചന്ദ്രായ പരമസദ്ഗുരോ നമസ്തേ. നമോ നമ. സഹൃദയരും സജ്ജനങ്ങളുമായ CD നെറ്റിൻ്റെ ദൃശ്യ ശ്രവ്യ ഗുണകാംക്ഷികളെ, ബഹുജനങ്ങളെ, വീണ്ടും ഒരു രാമായണ മാസം വന്നു ചേർന്നിരിക്കുകയാണ്. ഈ രാമായണ മാസം എല്ലാ ക്ഷേത്രങ്ങളിലും രാമായണ പാരായണത്തോടും അനുബന്ധ ചടങ്ങുകളോടും സമുചിതമായി ആഘോഷിച്ചു വരികയാണ്. ബഹുമാന്യരെ, CD നെറ്റും അതിൻ്റെ ഭാഗഭാക്കാവുകയാണ്. രാമായണം രാമകഥ വർണ്ണനമാണോ? മര്യാദാപുരുഷനായ ശ്രീരാമചന്ദ്രൻ്റെ അപദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്ന ഭക്തിഗമ്യമായ ഒരു മഹാകാവ്യമാണ് രാമായണം. രാമായണം ഭക്തിമാർഗ പ്രസ്ഥാനത്തിലെ മഹാകവിയായിട്ടുള്ള എഴുത്തച്ഛനാൽ വിവർത്തനം ചെയ്യപ്പെട്ട ദിവ്യ കാവ്യമാണ്. ആത്യന്തികമായി രാമായണത്തിൽ രാമായണകാരൻ ഉദ്ദേശിക്കുന്നത് നന്മയെ വാഴ്ത്തുകയും തിന്മയെ ഇകഴ്ത്തുകയും ആണ്. അതിൽ രാമചന്ദ്രൻ്റെ കഥയോടൊപ്പം തന്നെ ശ്രീത്വത്തിൻ്റെ പ്രതിരൂപമായ പരിശുദ്ധിയുടെ മറ്റൊന്നും പ്രശംസ പറയാനില്ല. അതിൻ്റെ ഇൻകാർണേഷൻ, അവതാരമായ അല്ലെങ്കിൽ കൊടുമുടിയായ സീതാദേവിയുടെയും വർണ്ണനമാണ്. രാമസ്യ അയനം സീതായ അയനം, രാമായ അയനം രാമസ്യ അയനം, അപ്പം ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ രാമനിലൂടെയും സീതയിലൂടെയും ഒരു സഞ്ചാരം. ഇപ്പം അയോധ്യാധിപതിയായ ദശരഥ മഹാരാജാവിന്, ദശരഥൻ പണ്ട് നേമിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പുത്രന്മാരില്ലാത്തതിൻ്റെ ദുഃഖം അനുഭവിക്കുമ്പോൾ അങ്ങനെ തപസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ദിവ്യമായ പായസം ലഭിച്ച് അങ്ങനെ അതെൻ്റെ ഭാര്യമാർക്ക് വിതരണം ചെയ്ത് അതിലൂടെയാണ് കൗസല്യാദേവിയിൽ ശ്രീരാമചന്ദ്രൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായി അവതരിക്കുന്നത് എന്നാണ് കഥാകാരൻ പറയുന്നത്. അതെന്തായാലും കൊള്ളാം. ഈ രാമായണ മാസം അല്ലെ രാമായണ പാരായണത്തിന് കർക്കിടക മാസം തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിലുള്ള ചരിത്രത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വലിയ അവഗാഹമായി ജ്ഞാനമൊന്നും കാണുകയില്ലെന്നാണ്. എങ്കിൽ പോലും കർക്കിടക മാസം കള്ളക്കർക്കിടകം എന്നാണ് എന്ന് പറഞ്ഞാൽ പിന്നെ പഴയകാലം. ഇപ്പോൾ അങ്ങനെയില്ല, ഇപ്പം എല്ലാം ഒരുപോലെയാണ്. എന്നും എല്ലാവർക്കും ഓണം പോലെയാണ്. ഇപ്പോൾ കാലം മാറി. എങ്കിൽ പോലും കർക്കിടകത്തിലെ ആ കോരിച്ചൊരിയുന്ന മഴയും അതിൻ്റെ ഫലമായുള്ള തൊഴിലില്ലായ്മയും പട്ടിണിയും ദുരിതവും ദാരിദ്ര്യവും കഷ്ടപ്പാടും രോഗങ്ങളും ക്ലേശങ്ങളും ഒക്കെ നിറഞ്ഞ ആ കർക്കിടക മാസത്തിൽ രാമായണം പാരായണം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ പറയുന്നത്?
ഏത് ആചാര്യനാണിത് കർക്കിടക മാസം രാമായണം പാരായണം ചെയ്യാൻ എടുക്കാം എന്ന്? രാമായണം പാരായണം ചെയ്യുന്നതുകൊണ്ട് മനുഷ്യൻ്റെ ദുരിതങ്ങൾ ഏറെ കൂടുന്ന ഈ കർക്കിടക മാസത്തിൽ ഇതെടുത്തതിൻ്റെ ഉദ്ദേശം എനിക്ക് തോന്നുന്നത് അവതാരപുരുഷനായി ശ്രീരാമചന്ദ്രനും സീതാദേവിക്കും അനുഭവിക്കേണ്ടി വന്ന നഷ്ടങ്ങളും കഷ്ടങ്ങളും അവരുടെ വ്യഥയും എല്ലാം അത്രയും സാധാരണ മനുഷ്യർക്ക് അനുഭവിക്കേണ്ടി വന്നില്ലല്ലോ. അപ്പം അത് പഠിപ്പിക്കുന്നതിനും കൂടിയാണ്. അപ്പം ഈശ്വരന്മാർക്ക് പോലും ദുരിതങ്ങൾ ഉണ്ടാകും. അപ്പം മനുഷ്യർക്കുണ്ടാകുന്ന ദുരിതങ്ങൾ താതാമ്യം ചെയ്യുമ്പോൾ അത് നിസ്സാരമാണ്. അതുകൊണ്ട് അത് അത്ര ഗൗരവമായി കാണേണ്ടതില്ല എന്നും കൂടിയാണ് രാമായണ പാരായണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. സജ്ജനങ്ങളെ, നമ്മൾ ഈ രാമായണ മാസാചരണത്തോടനുബന്ധിച്ചുള്ള CD നെറ്റിൻ്റെ രാമായണ പാരായണ ആഘോഷം ഇന്നിവിടെ തുടങ്ങുകയാണ്. ഹരി ഓം നമോ നാരായണായ. ശുക്ലാംബരധരം ദേവം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഓം ഗുരുഭ്യം നമഃ. ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണോർ ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. സരസ്വത്യേവം നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സ്വസ്തിർഭവതു മേ സദാ. പത്മപത്രവിശാലാക്ഷി പത്മകേസരവർണിനി നിത്യം പത്മാലയാ ദേവി സാമാംബാദു സരസ്വതി ഭഗവതി നിശേഷ ജഡ്യാപക. ഓം ശ്രീരാമഭദ്രായ നമോ നമഃ. ശാന്തം ശാശ്വതമപ്രമേയമനഘം നിർവാണശാന്തിപ്രദം ബ്രഹ്മശംഭുപണീന്ദ്രസേവ്യമനിശം വേദാന്തവേദ്യം വിഭും രാമാഖ്യം ജഗദീശ്വരം സുരഗുരു മായാമാനുഷം ഹരിം വന്ദേഹം കരുണാകരം രഘുവരം ഭൂപാല ചൂടാമണിം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. അതുലിതബലധാമം ഹേമശൈലാഭദേഹം ധനുജവനവിഷാണും ജാനിനാമഗ്രഗണ്യം സകലഗുണനിധാനം വാരണാമധീശം
രഘുപതി പ്രിയഭക്തം വാദജാതം നമാമി. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. സംഹാരമൂർത്തിം ഹരമന്ധകാരിം വൃഷധ്വജം ഭൂതഗണാതിസേവ്യം കപിധ്വജം ഭൂതഗണാതിസേവ്യം കൈലാസവാസം പരമേശ്വരം തം നിത്യം നമാമി പ്രണവസ്വരൂപം. അധ്യാത്മരാമായണം ബാലകാണ്ഡം. ഹരിശ്രീ ഗണപതേ നമഃ. വിഘ്നവസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണന്തക രാമ. ശ്രീരാമ ഹൃദിരമതം രാമ രാമ ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടും മടിയാൽ. ശാരിക പെയ്താനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ജഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്നിക്കുന്ന വാണിടുക നാരദം എന്നുടെ നാവു തന്മേൽ. വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മിക നാണമെല്ലിയ മുതാം നാവിന്മേൽ നടനം ചെയ്യുക ഏണാങ്കാനനെ യഥാകാനനെ. ദിഗംബരൻ വാരിജോത്ഭവമുഖ വാരിജ വസ ബാല. വാരിധിതനിൽ തിരമാലകൾ എന്ന പോലെ പരതി പദാവലി തോന്നേണം. കാലേ കാലേ പരാതെ സലക്ഷണം മേന്മേൽ മംഗളശീല. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നാരും വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോത്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതൻ മായ ഗുണ ചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ
വണങ്ങുന്നേൻ നാൻ മറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖൻ ഉള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു ആത്മീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമ വരം തരികപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മകേ മനസ്സി വാണിടുവാൻ വന്നിക്കുന്നേൻ വാരിദോത്ഭവനാദിയാകിയ ദേവന്മാർ നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജരാരാധി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണ അരുണാംബുജലീനപ്പാംസു സഞ്ചയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്താൻ ശോധന ചെയ്തിടുവാൻ ആവാളം വന്നിക്കുന്നേൻ ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു വേദത്തിൽ ആധാരഭൂതന്മാരി കാണായോരും ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ താതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മവാദജനാജ്ഞാനി നാം ആദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്ക് അറിയാം വണ്ണം ചൊല്ലിയിടും ഞാൻ വേദവേദാരി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുടണം ആവോളം തുണയ്ക്കണം സുരസംഹതിപതി തതരു സ്വാഹാപതി ഭരതൻ പിതൃപതി നിരുതി ജലപതി സരസ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനി പതി തനയൻ ഗണപതി സുരവാഹിനി പതി പ്രമദഭൂതപതി സുരവാജ്ഞാത്മാ ദിനപതി ഖേടാനാം പതി ജഗതി ചരാചര ജാതികൾ ആയുള്ളാരും അഗതിയായോർ അടിയന്ന് അനുഗ്രഹിക്കണം അകമേ സുഖമേ ഞാൻ ആനിശം വന്നിക്കുന്നേ അഗ്രജ മമ സദാം വിദുഷാം അഗ്രേസരൻ മൽഗുരുനാഥൻ അനേകാന്തവാസികളോടും ഏകൻ ഏകാന്തവാസികളോടും ഉൾക്കുരു നിങ്ങൾ വാഴ രാമ നാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീ
രാമായണം പുരാ വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ട് ഇല്ല അത് ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ട് ഭൂമിയിലുള്ള ധാതുക്കൾക്കു മോക്ഷാർത്ഥം ഇനി ശ്രീ രാമായണം ചമയ്ക്കെന്ന് അരുൾ ചെയ്തു. ശ്രീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ നാവിൽ മേൽ വാണിടുക വണ്ണവൻ നാവിൽ മേൽ ഏവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താ ആവത് ഇപ്പോൾ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ല എന്നതും ഓർത്ത് ചേതസി സർവം ക്ഷമിച്ചിടുമെന്ന കൃപയാലേ അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യം ഇത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തേടും മർത്യജന്മികൾക്ക് എല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധമി ജന്മം കൊണ്ട് ഭക്തി കൈക്കൊണ്ട് കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമ മഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായോരും ഈ കഥ കേൾക്കുന്ന ബദ്ധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും. ധാത്രീ ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതു മൂലം സുഖാപ്തി മധ്യ ഭോഗിസക്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണം. ധാത്രി മണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനുതനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷമാദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ. ഹരേ ഓം നമോ നാരായണായ. കൈലാസാചലേ സൂര്യകോടി ശോഭിത വിമലാലയ രത്നപീഠ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരും വിശ്വേശ്വരം വർണ്ണിച്ചം വാമസംഗം വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വരം പോറ്റി സർവലോകാവാസം സർവേശ്വരം മഹേശ്വരം സർവശങ്കരം ശരണാഗത ജനപ്രിയ സർവ ദേവേശ ജഗന്നായക കാരുണ്യബ്ദേ അത്യന്തം രഹസ്യമാം വസ്തു എന്നും ഇരിക്കലും എത്രയോ മഹാനുഭാവന്മാരായുള്ള
ജനം ഭക്തിവിശ്വാസ സുസുഷാദികൾ കാണും തോറും ഭക്തന്മാർക്കും ഉപദേശം ചെയ്തിടും എന്ന് കേൾപ്പൂ. ആകയാൽ ഞാനുണ്ട് ഒന്ന് നിൽതിരുവടിതൽ നോടാകാംക്ഷ പരവശചേതസ ചോദിക്കുന്നു കാരുണ്യം എന്നെക്കുറിച്ചുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ശ്രീരാമദേവ തത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാന ജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം സാംഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസ ഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദി ഫലം ദാനധർമാദി ഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങൾ എന്നിവയെല്ലാം എന്നോട് ഒന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു കേട്ട് അതുമൂലം സന്തോഷം അകതാരി ഏറ്റവും ഉണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലമന്ധത്വം തീർന്ന് കൂടി ചേതസി ജഗൽപദേ ശ്രീ രാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ട്. ഞാൻ അതിൽ പാത്രമെങ്കിൽ കാരുണ്യംബുധേ കനിഞ്ഞ് അരുളി ചെയ്തിടണം. ആരും നിന്തിരുവടി ഒഴിഞ്ചില്ല അതു ചൊല്ലാൻ ഈശ്വരൻ കാത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടായി വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവദേവൻ ജഗദാദ്യൻ ഈശ്വരൻ മന്ദഹാസം പൂണ്ടം അരുൾ ചെയ്തു തന്നെ വല്ലഭേ ഗിരികന്യം പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ നിന്നോളം ആർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ ശ്രീരാമ ദേവതത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നവനോട് ഇത് ആരും ചോദ്യം ചെയ്തില്ല. ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ല ആരെയും ജീവനാഥേ. അത്യാന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥമരികയിൽ ആഗ്രഹമുണ്ടായതു ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപദാംബുജം വന്നിച്ച സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണൻ ഏകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തൻ ആദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്താവായം ഭഗവാൻ വിരുദ്ധനാരായണ ശിവാത്മകൻ അദ്വയൻ ആദ്യൻ അജൻ അവ്യയൻ ആത്മാരാമ തത്വാത്മാ സജിൽമയൻ സകലാത്മകൻ ഈശ്വരൻ
മാനുഷനെന്നു കൽപ്പിച്ചിടുവാൻ അജ്ഞാനികം മാനസം മായ തമസംവൃതമാകമൂലം സീതാം രാഘവമരുൾ സൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞ് നീയെങ്കിലോ മുന്നോ ജഗന്നായകൻ രാമദേവൻ പകതവിലോചൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തി കണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരം അയോധ്യമുക്കാം അഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാകാം ലോകേശാത്മജനായ വസിഷ്ഠാദികളാരും ശിവനായി സൂര്യകോടി തുല്യ തേജസാ ജഗദ്രവ്യമാം ചരിതവും കേട്ടു കേട്ടാനന്ദിച്ചു നിർമ്മല മണിലസൽ കാഞ്ചന സിംഹാസന തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദം ഇരുന്നും അരുളിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലമ്മാർ ഭക്ത്യാ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തം കാരുണ്യമൂർത്തി മന്ദഹാസവും പുണ്ട് സീതയോട് അരുൾ ചെയ്തു ഓം ശ്രീരാമചന്ദ്രായ പരമസൽ ഗുരോ നമോ നമ ഓം നമോ നാരായണായ ഓം നമ ശിവായ